നിങ്ങൾ മാരേജിന് ഫിറ്റായ ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന പാർട്ണർ ഒരു റിലേഷൻഷിപ്പിന് ഫിറ്റായ ആളാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണോ? അതിനുള്ള ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആസ്ക് ഹിം നിങ്ങൾ എത്ര തെറാപ്പി സെഷൻസ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്തായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ പാർട്ണർ പറയാണ് ഞാൻ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ ഫിയർഫുൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളായിരുന്നു, ഇപ്പോൾ ഞാൻ സെക്യൂർ അറ്റാച്ച്മെന്റിലോട്ട് മാറി, എന്റെ ഇന്ന ബിഹേവിയേഴ്സ് ആണ് ഞാൻ ചേഞ്ച് ചെയ്തത് എന്നൊക്കെ പറയുകയാണെങ്കിൽ 100% he is self aware and emotionally intelligent and he is ready to change his behavior. This is step 1 for people who are looking for partners. So നിങ്ങൾ പ്രപ്പോസൽസ് വരുമ്പോൾ അവർ ചോദിക്കുക എത്ര തെറാപ്പി സെഷൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ആഡ് ചെയ്യാൻ മറക്കണ്ട. പ്രേമിക്കാൻ പോണ ആൾക്കാർ നാളെ തൊട്ട് സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് തെറാപ്പി എടുത്ത് വെച്ചിട്ട് പ്രേമിക്കാം. നല്ല കാര്യം. ശരി. അപ്പോൾ എനിക്ക് നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി പറയണം എനിക്കൊരു പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പം എനിക്ക് അവളുടെ അടുത്ത് പറയണമല്ലോ അവൾ എത്ര തെറാപ്പി എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയണമല്ലോ ഞാൻ 2-3 തെറാപ്പി എടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സാർ എനിക്കൊരു 3-4 സിറ്റിംഗ് ഉണ്ടാക്കിത്താ. അത് ആ 3-4 സിറ്റിംഗ് ഉണ്ട് ഞാൻ അവളുടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യാം. Nowadays, so many misleading videos about relationships are spreading in the social medias. Girls, please just aware about these type of shits. They are just misleading things for their reach and contents. ഞാൻ ഒരു ടിപ്പ് അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരാളത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് ടിപ്പ് പറഞ്ഞുതരാം. ആ ആൾക്ക് റിലേഷൻ ഉണ്ടോ, ആ ആൾക്കാരത്തിന് ക്രഷ് ഉണ്ടോ, ആ ആൾക്കാരത്തിന് ഇഷ്ടമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അവരെ അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്ത ശേഷം നിങ്ങൾ അവരുമായിട്ട് ഇടപഴകിയിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ് അയാൾക്ക് ഓക്കെ ആണെന്നുണ്ട്, ഓക്കെ ആയിട്ട് പോകുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് കൺഫസ് ചെയ്യുക. അയാൾക്ക് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് എ റിലേഷൻഷിപ്പ്, സ്റ്റാർട്ട് എ ലവ് ഓർ എനിത്തിങ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ്. ഡോണ്ട് സ്റ്റോക്ക്, ഡോണ്ട് ഫോഴ്സ്, ഡോണ്ട് ബെഗ്. എവർ ഈ സോഷ്യൽ മീഡിയ കിടന്ന് വായിട്ടളിക്കുന്ന ടിപ്പും തെറാപ്പിയും കാര്യങ്ങളും നിങ്ങളുടെ അവയർനെസ്സും സംഭവമൊന്നും വെച്ചൊന്നും വല്ല റിലേഷൻഷിപ്പ് നോക്കാൻ പോകുന്നതും റിലേഷൻഷിപ്പ് അളക്കാൻ പോകുന്നതും. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു പെർഫെക്റ്റ് തിയറി, ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആവൂ, ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് പാർട്ണർ ആവൂ എന്ന് നമുക്ക് എല്ലാ സാധനത്തിലും പറയാൻ പറ്റത്തില്ല. കാരണം രണ്ട് വ്യക്തികളാണ്, പല വ്യക്തികളായിരിക്കും റിലേഷൻഷിപ്പിലാവുന്നത്. പലരുടെയും കോൺസെപ്റ്റും ഐഡിയോളജീസും ഐഡിയാസും കാര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും. ചിലർക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടിനായിരിക്കും ആവശ്യം, ചിലർക്ക് ഫ്രീഡം കൊടുക്കുന്ന ആൾക്കാരെ ആയിരിക്കും ആവശ്യം. പല ടൈപ്പാണ്. ഇവർ പറയുന്ന തിയറീസും കാര്യം വെച്ചൊന്നും പ്രേമിക്കാനായിട്ട് പോകില്ല. ദെയർ ഈസ് നോ സച്ച് തിങ് അബൌട്ട് എ റിലേഷൻഷിപ്പ് കോച്ചിങ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അപ്രോച്ച് ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നി അടുത്ത ഇടവഴി കൺഫസ് ചെയ്ത് രണ്ടുപേരും റിലേഷൻഷിപ്പിലായെന്ന് പറഞ്ഞ് മാത്രം എക്കാലവും ആ ഒരു റിലേഷൻഷിപ്പ് നല്ലപോലെ പോകണമെന്നില്ല. പോകെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. മനുഷ്യന്മാരാണ്. രണ്ടുപേർക്കും 2 ടൈപ്പ് ഓഫ് ഐഡിയാസ് വന്നിരിക്കും, രണ്ടുപേർക്കും 2 ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങൾ വന്നിരിക്കും. പോകെ വേറെ ഇഷ്ടങ്ങൾ വരും, അനിഷ്ടങ്ങൾ വരും. ഇതെല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരേപോലെ പോകത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുതെന്ന് പലരും പറയും. അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല. പറയാനുള്ള കാര്യം ആകുമ്പോഴത്തെ തന്നെ തെറാപ്പി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ആ പെണ്ണിന് ലൈനോ കാര്യമോ വല്ലതും ഉണ്ടാകും നോക്കണം. ഒന്നെങ്കിൽ അവളെ കാമുകം വന്നടിക്കും, അല്ലെങ്കിൽ അവളെ മാപ്പിള വന്നടിക്കും, ഇതുമല്ലെന്നുണ്ടെങ്കിൽ അവളെ ആംഗ്ലയോ അച്ഛനോ വന്നടിക്കും. അപ്പോൾ ആദ്യം പെണ്ണിന് ലൈൻ ഉണ്ടാകുന്ന നോക്കിയിട്ടൊക്കെ പരിപാടിക്ക് നിൽക്കുക. തെറാപ്പിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പോയി നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. അവർ റീച്ച് ഉണ്ടാക്കാനും അവരെ കാര്യം നോക്കാനായിട്ടുള്ള പരിപാടികളാണ്. നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രേമിച്ചോ.